2020 ഒരു നോവലിനെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ മനോഹരമായ സിനിമയാണ് ദി കോൾ ഓഫ് ദി വൈൽഡ്. ബക്ക് എന്ന കുസൃതിയേറിയ ഒരു വലിയൊരു പട്ടി സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ കള്ളന്മാര് കാരണം അവന്റെ ജീവിതമാകെ മാറിപ്പോകുന്ന സിനിമയാണിത്. സിനിമ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മള് സീരീസ് ഒക്കെ ചെയ്യാൻ വേണ്ടി സ്റ്റോറി ലോകം എന്ന ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സീരീസുകൾ കാണാൻ താല്പര്യമുള്ളവർ അതും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അപ്പൊ നമുക്ക് സിനിമയിലേക്ക് കടക്കാം. സിനിമ തുടങ്ങുന്നത് ഒരു കഥയോടുകൂടിയാണ്. കുറെ വർഷങ്ങൾക്ക് മുന്നേ മഞ്ഞു മൂടിയ ആർട്ടിക് പ്രദേശത്തേക്ക് ഒരാൾ പോയപ്പോ അയാൾക്ക് അവിടെ നിന്നും വലിയ പൊന്നിന്റെ കട്ട കിട്ടി. ഇത് കേട്ടറിഞ്ഞ പല ആളുകളും ലോകത്തിന്റെ പല കോണിൽ നിന്നും പൊന്നെടുക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് വരാൻ തുടങ്ങി. അവിടെ വലിയ മഞ്ഞായതുകൊണ്ട് തന്നെ അവർക്കെല്ലാം മല കയറാൻ വലിയ വലിയ നായ്കളെയും അങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടി വന്നു. പിന്നീട് കാണിക്കുന്നത് സാന്റാ ക്ലാര എന്ന സ്ഥലത്ത് ജീവിക്കുന്ന ബക്കിനെയാണ്. അവനാണെങ്കിൽ അവിടെയുള്ള പട്ടണത്തിലൂടെ അവന് ഇഷ്ടം പോലെ എല്ലാം എടുത്ത് കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ആരും ഒന്നും അവനെ ചെയ്യുന്നില്ല. കാരണം ആ നാട്ടിലെ ജഡ്ജി മില്ലറിന്റെ നായാണത്. അതുകൊണ്ട് തന്നെ അവനാ അഹങ്കാരത്തിൽ പട്ടണത്തിലെ കുറച്ചുപേരെയൊക്കെ ഇടങ്ങാറാക്കുന്നുണ്ട്. എന്നാൽ ഇതിനിടെ അവിടേക്കെത്തിയ ഒരു കള്ളൻ അവനെ കാണുകയും പത്രത്തിൽ വലിയ പട്ടിയെ പിടിച്ചു കൊടുക്കുന്നവർക്ക് നല്ല പണം കിട്ടുമെന്നും അതിൽ കാണുന്നു. അങ്ങനെ വീട്ടിലേക്കെത്തിയ ബക്കിനോട് കുട്ടികളെയൊക്കെ നോക്കുന്ന പെണ്ണ് കുട്ടികളെ എഴുന്നേൽപ്പിക്കാൻ പറഞ്ഞതും അവൻ ചാടി അവരെയൊക്കെ എഴുന്നേൽപ്പിക്കുകയും ആ ഒരു ശബ്ദത്തിൽ മില്ലറും ഭാര്യയും എഴുന്നേൽക്കുകയും ചെയ്യും. അവനാണെങ്കിൽ ഓടുന്നതിനിടെ അവിടെയുള്ള സാധനമൊക്കെ തട്ടുമെങ്കിലും വേലക്കാര് അതൊക്കെ നേരെ വെക്കുന്നു. ഈ സമയം അടുക്കളയിലുള്ള വേലക്കാര് അവൻ വരുന്ന ശബ്ദം കേട്ടതും ഉണ്ടാക്കി വെച്ച ഭക്ഷണമൊക്കെ ഒളിപ്പിക്കുകയും അവനെ അടുക്കളയിൽ നിന്നും പുറത്താക്കുന്നു. അവനാണെങ്കിൽ വീണ്ടും കയറാൻ ശ്രമിക്കുന്നതിനിടെ മില്ലർ അങ്ങോട്ടേക്ക് വരികയും അവനെ പുറത്തേക്ക് കൊണ്ടുപോയി ഇടുന്നു. പക്ഷേ അവൻ മറ്റൊരു വഴിയിലൂടെ കയറാൻ നോക്കിയതും എടാ ഇന്ന് നീ പ്രശ്നം ഉണ്ടാക്കരുത് എന്നൊക്കെ മില്ലർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ അവൻ ഒരു മുഴലിനെ കണ്ട് അതിനെ പിടിക്കാൻ വേണ്ടി ഓടുന്നു. ഇന്ന് മില്ലറിന്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് ഒരുപാട് ആൾക്കാർ വിരുന്ന് വരുന്നുണ്ട്. ബക്കാണേൽ മുഴലിനെയൊന്നും കിട്ടാതെ തിരിച്ചു വരുമ്പോ വിരുന്നുകാർക്ക് വെച്ച ഭക്ഷണം കണ്ടതും അവനത് കണ്ട് വല്ലാതെ കൊതിയാവുന്നു. ഇതിനിടെ മില്ലർ വിരുന്നുകാരോടൊപ്പം ഫോട്ടോയിൽ നിൽക്കുന്നതിനിടെ ബക്ക് ഒരു കോഴിക്കാലുമായി അങ്ങോട്ടേക്ക് വന്നത് കണ്ട് അയാള് വിരുന്നുകാർക്ക് വെച്ച ഭക്ഷണം നോക്കുന്നു. ഇത് കണ്ട അയാളാണേൽ വിരുന്നുകാരുടെ മുന്നിൽ നാണം കെട്ടു പോകുന്നു. അങ്ങനെ അന്ന് രാത്രി ആയതും അവൻ ചെയ്തതിന്റെ ശിക്ഷയായി അവനെ അന്ന് രാത്രി വീടിന്റെ പുറത്ത് കിടത്തുന്നു. ശേഷം കാണിക്കുന്നത് കുറച്ച് സമയം കഴിഞ്ഞാണ്. അവനാണെങ്കിൽ ഇപ്പോ വിശക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഇതിനിടെ ബക്കെ മാടാമോനെ എന്ന് അവനെ രാവിലെ കണ്ട കള്ളൻ വിളിക്കുന്നത് കേട്ട് അവൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. കാരണം ആര് വിളിച്ചാലും കേൾക്കുന്ന ഒരു പട്ടിയാണ് ബക്ക്. അതുകൊണ്ട് തന്നെ ഒരു ഇറച്ചി കഷ്ണം കൊണ്ട് നിനക്കിത് വേണോ, വേണമെങ്കിൽ ഇതിൽ കയറി എടുത്തോന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് ഇട്ടതും വിശന്നിരിക്കുന്ന ബക്ക് ഒന്നും ചിന്തിക്കാതെ അതിലേക്ക് അങ്ങ് കയറി കളയുന്നു. ഇതോടെ കള്ളൻ കൂടങ്ങ് അടച്ചതോടെ ബക്ക് അതിൽ നിന്നും ഇറങ്ങാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനെ കണ്ട് അതിന് കഴിയുന്നില്ല. അതോടെ കള്ളൻ അവനെയും എടുത്ത് അവിടെ നിന്നും അങ്ങ് പൊക്കളയുന്നു. ഒരുപാട് ദൂരം പോയതും അവനെ എടുത്ത് ട്രെയിനിലേക്ക് മാറ്റുന്നു. ശേഷം ട്രെയിനും അവിടെ നിന്നും പുറപ്പെടുകയും ഒരുപാട് ദൂരം പോവുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് ഉറക്കത്തിൽ നിന്നും എണീക്കുന്ന ബക്കിനെയാണ്. അവൻ ഉറക്കം എണീച്ചതും ഒരാൾ വന്ന് അവന്റെ പെട്ടി തല്ലി പൊളിക്കാൻ നോക്കുമ്പോൾ അവൻ അതിൽ നിന്നും ചാടി ഇറങ്ങുകയും ചുറ്റും നോക്കുകയും ചെയ്യുന്നു. അവനാണെങ്കിൽ സ്ഥലമൊക്കെ കണ്ടിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. അയാളാണെങ്കിൽ ബക്കിനോട് ഇരിക്കാൻ പറഞ്ഞതും അവൻ അവിടെ നിന്നും ഓടാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ അയാൾ അവനെ തല്ലി വീഴ്ത്തുന്നു. ഇത് നിന്റെ വീടല്ല, അതുകൊണ്ട് പറയുന്നത് കേട്ടാ നിനക്ക് നല്ലതെന്ന് അയാൾ പറഞ്ഞതും പേടിച്ച് അവൻ അയാൾ പറഞ്ഞതുപോലെ ഇരിക്കുന്നു. അവനെപ്പോലെ ഒരുപാട് പട്ടികളെ അവിടെ പൂട്ടിയിട്ടിട്ടുണ്ട്. ഈ സമയം ഒരുത്തൻ വന്ന് അവന് ഭക്ഷണം കൊടുത്തതും അയാൾ വന്ന വാതില് ബക്ക് കാണുകയും അവനെ കെട്ടിയിട്ട കയറൊക്കെ പൊട്ടിച്ച് വാതിലും ഇടിച്ചു തകർത്ത് എല്ലാവരെയും തള്ളിയിട്ട് ഓടുകയാണ്. അവിടെയുള്ളവരാണെങ്കിൽ അവനെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ അവൻ രക്ഷപ്പെടുകയും മുകളിലേക്ക് കയറി ഓടി ചെന്ന് നോക്കുമ്പോ അവന് എങ്ങോട്ടും പോകാൻ പറ്റില്ല എന്ന് അവന് മനസ്സിലാവുന്നു. കാരണം അവനെ ഇപ്പോൾ ഒരു ബോട്ടിലാക്കി അലാസ്ക എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്താറായിരിക്കുകയാണ്. കുറച്ചു സമയം കഴിഞ്ഞതും അവനെയും കൊണ്ട് അലാസ്കയിലേക്ക് എത്തിയതും ഒരാൾ അവനെ കയറും കെട്ടി മുന്നോട്ട് വലിച്ചു കൊണ്ടുപോകുന്നു. ബക്ക് ഇതുവരെ ഈ സ്ഥലം കാണാത്തോണ്ട് അവൻ ചുറ്റും നോക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് മഞ്ഞ് കണ്ടതും അവൻ അവിടെ നിൽക്കുകയും അയാളാണെങ്കിൽ ഇത് മഞ്ഞാടാന്ന് പറഞ്ഞ് അവനെ വീണ്ടും മുന്നോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നു. ബക്ക് ആദ്യമായി മഞ്ഞ് കാണുകയും അത് മേലെ നിന്നും പൊഴിയുന്നത് കണ്ട് മഞ്ഞ് നക്കിയതും അവനാകെ ഇഷ്ടപ്പെടുകയും അവനതിൽ കളിക്കാനും തുടങ്ങുന്നു. ഇതോടെ അയാൾ അവനെ അവിടെ നിന്നും വലിക്കാൻ നോക്കുന്നതിനിടെ കയറ് കഴിഞ്ഞു പോവുകയും അവൻ അവിടെ നിന്നും ഓടാൻ തുടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ ആൾക്കാരുടെ ഇടയിലൂടെ ഓടുന്നതിനിടെ അവൻ ജോൺ എന്ന ഒരു അപ്പൂപ്പനെ തട്ടിപ്പോവുമെങ്കിലും നോക്കിപ്പോണേ മോനെ എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്നും പൊക്കളയുന്നു. എന്നാൽ ബക്ക് തറയിൽ നോക്കിയതും അയാളുടെ മ്യൂസിക് അടിക്കുന്ന ഹാർമോണിക്ക അവിടെ വീണത് കണ്ട് അവനത് എടുക്കുകയും അയാളുടെ പുറകെ പോയി ജോൺ അപ്പൂപ്പന് അത് കൊടുക്കുകയും ചെയ്യുന്നു. ഇതോടെ അപ്പൂപ്പൻ അവനോട് നന്ദി പറയുമ്പോൾ തന്നെ മറ്റേയാൾ കയറുമായി വന്ന് അവനെ പിടിക്കുകയും വാടാ ബക്കെ എന്ന് പറഞ്ഞ് അവിടെ നിന്നും കൊണ്ടുപോകുന്നു. അങ്ങനെ അവന്റെ പേര് ബക്കാണെന്ന് അയാൾക്ക് മനസ്സിലാവുന്നു. ഇപ്പോൾ ബക്കിനെ ആ പട്ടണത്തിൽ വിൽക്കാൻ ഇട്ടിരിക്കുകയാണ്. കൂടെ ഒരുപാട് പട്ടികൾ ഉണ്ടെങ്കിലും ഏറ്റവും വലിപ്പമുള്ളത് ബക്കിനാണ്. അതുകൊണ്ട് തന്നെ ഒരു പോസ്റ്റ്മാനായ പെറാൾ
പെറാൾട്ട് എന്ന് പേരുള്ള ഒരുത്തൻ പട്ടിയെ മേടിക്കാൻ അങ്ങോട്ടേക്ക് വന്നതും അവനെ മേടിക്കാനായി പെറാൾഡ് തീരുമാനിക്കുന്നു. പെറാൾഡി പട്ടികളെ വെച്ചാണ് വണ്ടി വലിച്ച് കത്തുകൾ കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ അവൻ ബക്കുമായി അവന്റെ അസിസ്റ്റന്റ് ആയ മെർസിഡസിന്റെ അടുത്തേക്ക് എത്തിയതും നമുക്ക് 2 പട്ടിയല്ലേ വേണ്ടത്, ഇത് ഒന്നല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞതും ഇവൻ 2 പട്ടിയുടെ വലിപ്പമുണ്ട്, ഇത് ധാരാളമെന്നും അവൻ പറയുന്നു. ഇതോടെ പെറാൾട്ട് അവനെ കൂട്ടത്തിലെ പട്ടികളെ പരിചയപ്പെടുത്തുകയാണ്. ഇതാണ് സ്പിറ്റ്സ്, ഇവനാണ് ക്യാപ്റ്റൻ, ഇത് ഡോളി, ഇതാണ് പൈക്ക് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും പരിചയപ്പെടുത്തുകയും അവനെയും വണ്ടിയുടെ പുറകിലായി വെച്ച് ബെൽറ്റ് ഇടുകയും ചെയ്യുന്നു. ശേഷം മാപ്പ് കാണിച്ചുകൊണ്ട് നമ്മൾ ഇവിടെയാണുള്ളത്, ഇനി നമ്മൾ 500 മൈലുകൾ സഞ്ചരിച്ച് വേണം ഡാവ്സൺ എന്ന സ്ഥലത്തേക്ക് എത്തേണ്ടത് എന്നും പറയുന്നു. എന്നാൽ അസിസ്റ്റന്റ് ആണെങ്കിൽ അവർക്കിതൊന്നും മനസ്സിലാവില്ല എന്ന് പറയുമെങ്കിലും പെറാൾട്ട് എല്ലാം പറഞ്ഞു കൊടുക്കുകയും പീറ്റ്സ് ആണ് ക്യാപ്റ്റൻ, അതുകൊണ്ട് അവനെ തന്നെ ഫോളോ ചെയ്യുക എന്ന് അവൻ പറഞ്ഞതിന് ശേഷം വണ്ടി എടുക്കാൻ നോക്കുകയാണ്. പക്ഷേ ബക്കാണെങ്കിൽ കഴുത്തിലിട്ടിരിക്കുന്ന ബെൽറ്റ് ഊരാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടെ ഇതൊക്കെ പീറ്റ്സ് കണ്ടതും അവന് ഇതൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ പെറാൾട്ട് വണ്ടിയെടുക്കാൻ പറഞ്ഞതും എല്ലാ പട്ടികളും കൂടെ ആഞ്ഞ് വലിക്കാൻ തുടങ്ങുകയും മുന്നോട്ട് പോകാനും തുടങ്ങുന്നു. പക്ഷേ ബക്ക് മാത്രം ആദ്യമൊക്കെ ഓടാതെ നിൽക്കുമെങ്കിലും പിന്നീട് അവൻ വീണ് വീണ് കുറച്ചൊക്കെ പഠിക്കുകയും ഓടാനും തുടങ്ങുന്നു. പക്ഷേ അവൻ ദൂരെ ഒരു മുയലിനെ കണ്ടതും അവൻ അതിനെ തന്നെ നോക്കി ഓടുന്നു. ഇതോടെ വണ്ടിയുടെ മുഴുവൻ കൺട്രോൾ പോവുകയും എല്ലാവരും മറിഞ്ഞ് തെന്നി വീഴുന്നു. പീറ്റ്സിനാണെങ്കിൽ ബക്കിനോട് ദേഷ്യം വന്നിട്ട് അവനെ നോക്കുകയാണ്. പെറാൾട്ടാണെങ്കിൽ എടാ നമ്മളെ എല്ലാവരെയും ഒരുമിച്ചൊരു കയറിൽ കെട്ടിയിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് നമ്മൾ വീഴുമ്പോ എല്ലാവരും ഒരുമിച്ച് വീഴും, അതുകൊണ്ട് ഇനി ശ്രദ്ധിക്കണമെന്ന് പറയുകയും ആദ്യമല്ലേ എന്നും പറഞ്ഞ് അവനെ വഴക്കൊന്നും പറയുന്നില്ല. അങ്ങനെ അവർ ഒരുപാട് ദൂരം പോയതും ബക്കാകെ ക്ഷീണിച്ച് വീണങ്ങ് പോകുന്നു. അവൻ ആദ്യമായിട്ടാണ് ഇത്രയും ദൂരമൊക്കെ ഓടി ഇങ്ങനെ പോകുന്നത്. ശേഷം അവൻ എഴുന്നേൽക്കുന്നത് അന്ന് രാത്രിയാണ്. അവനാണെങ്കിൽ ഇതുവരെ മഞ്ഞിലൊന്നും കിടന്ന് ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പെറാൾട്ടും പെണ്ണും കിടക്കുന്ന ടെന്റിലേക്ക് ചെല്ലുകയും അവളെ പുറത്തിട്ടതിന് ശേഷം അവൻ ഉള്ളിൽ കിടന്ന് ഉറങ്ങാനും തുടങ്ങുന്നു. ഇതോടെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ അവളാണെങ്കിൽ പട്ടികൾ പുറത്താ കിടക്കുന്നതെന്ന് അറിഞ്ഞ് അവനെ പുറത്താകുന്നു. ഈ സമയമാണ് വലിയൊരു ചെന്നായ അവനെ നോക്കുന്നതായി അവൻ കാണുന്നത്. പക്ഷേ അതവന്റെ വെറും തോന്നലുകൾ മാത്രമാണ്. അങ്ങനെ അതൊക്കെ പോയതും മറ്റ് പട്ടികൾ ഉറങ്ങുന്നത് പോലെ അവനും ആ മഞ്ഞിൽ കിടന്ന് ഉറങ്ങുന്നു. ശേഷം കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുന്ന ബക്കിനെയാണ്. എന്നിട്ട് അവർ വീണ്ടും യാത്ര തുടരുന്നു. പോകുന്നതിനിടെ പെറാൾട്ട് ഒരുപാട് പേരുടെ കത്തൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അന്നും രാത്രിയായതും പീറ്റ്സ് ആണെങ്കിൽ അവനെ കൊടുത്ത ഫുഡ് ആദ്യമേ കഴിച്ചിട്ട് മറ്റു പട്ടികളുടെയും ഫുഡ് അവരെ പേടിപ്പിച്ച് അതും എടുത്ത് അവൻ കഴിക്കുന്നു. ഇതോടെ ഇത് കണ്ട ബക്കിനാണെങ്കിൽ വിഷമമാവുകയും അവന് കൊടുത്ത മീനെടുത്ത് ആ പട്ടിക്ക് കൊടുക്കുകയും മറ്റ് പട്ടികളൊക്കെ ബക്കിനെ നോക്കുകയും ചെയ്യുന്നു. ശേഷം കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെയാണ്. ഇപ്പോൾ സ്പീഡ്സ് ഒക്കെ എഴുന്നേൽക്കുന്നതിന് മുന്നേ ബക്ക് എഴുന്നേൽക്കുകയും അവര് മുന്നോട്ട് പോകാനും തുടങ്ങുന്നു. ഇപ്പോൾ ബക്ക് എല്ലാം പെട്ടെന്ന് പഠിച്ചെടുക്കുന്നുണ്ട്. അവരിങ്ങനെ പോകുന്നതിനിടെ ആണ് അവർക്ക് വെള്ളം കിട്ടുന്നതും കുടിക്കുന്നതും. പക്ഷേ ക്യാപ്റ്റൻ സ്പിറ്റ്സ് ആർക്കും കൊടുക്കാതെ തനിച്ച് കുടിക്കുന്നത് കണ്ട ബക്കാണേൽ തൊട്ടടുത്തുള്ള ഐസ് അങ്ങ് ചവിട്ടി പൊളിച്ചതും എല്ലാവരും അവന്റെ അടുത്ത് പോയി വെള്ളം കുടിക്കാനും തുടങ്ങുന്നു. പിറ്റ്സിനാണെങ്കിൽ ഇതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ യാത്ര വീണ്ടും തുടങ്ങിയതും അവര് കത്തൊക്കെ കൊടുത്ത് ഒരുപാട് ദൂരം വീണ്ടും യാത്ര ചെയ്യുകയും ഒരുപാട് ദിവസം യാത്ര ചെയ്ത് ബക്ക് ഇതിലൊക്കെ എക്സ്പേർട്ട് ആവുകയും ചെയ്യുന്നു. എന്നാൽ ഒരു ദിവസം അവര് ഒരു സ്ഥലത്തെത്തിയതും അവർക്ക് വലിയൊരു നദി കടന്നിട്ട് വേണം അപ്പുറത്തേക്ക് പോവാൻ. അതുകൊണ്ട് തന്നെ കൂടെയുള്ള മെർസിഡസ് ഒരു കമ്പൊക്കെ വെച്ച് അവിടെ പൊട്ടുവെന്നൊക്കെ നോക്കുകയും മുന്നോട്ട് പോവാനും തുടങ്ങുന്നു. അവരുടെ വണ്ടിയിൽ നിന്ന് പട്ടികളെയൊക്കെ കയറഴിച്ചിട്ടാണ് അപ്പുറത്തേക്ക് കടത്തുന്നത്. കാരണം അത്രയും വെയിറ്റ് വന്നാൽ അത് പൊട്ടാൻ സാധ്യത കൂടുതലാണ്. എന്നാൽ പെട്ടെന്ന് മെർസിഡസ് നിൽക്കുന്ന ഭാഗം പൊട്ടി അവളങ്ങ് താഴേക്ക് പോവുകയും അടിയൊഴുക്കുള്ളതുകൊണ്ട് അവൾക്ക് കയറാനും കഴിയുന്നില്ല. ഇതോടെ ഇത് കണ്ട പെറാൾട്ട് ഓടി വരുമ്പോ ബക്കും കൂടെ ഓടി വരുന്നു. ഈ സമയം അവൾ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോയതും ബക്ക് അതിലൂടെ അങ്ങ് ചാടുകയും അവളുടെ പുറകെ തന്നെ നീന്തിപ്പോയതും മെർസിഡസ് അവനെ കാണുന്നതോടെ അവനെ പിടിക്കുന്നു. അങ്ങനെ അവൻ ഉടനെ തന്നെ മുകളിലേക്ക് നീന്തി കയറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മുഴുവൻ ഐസ് ആയതുകൊണ്ട് അത് പൊളിയുന്നില്ല. ഈ സമയം അവൻ ഇടയ്ക്കിടെ കാണുന്ന ആ ചെന്നായിയെ മുകളിലായി കാണുകയും അത് നിൽക്കുന്ന സ്ഥലത്തേക്ക് അവൻ നീന്തി ചെന്നതും അവിടെ പൊളിയുകയും പെറാൾട്ട് മെർസിഡസിനെ പൊക്കി എടുക്കുകയും ചെയ്യുന്നു. എന്നാൽ അവൻ ബക്കിനെ പിടിക്കുന്നതിന് മുന്നേ ബക്ക് അങ്ങ് ഒലിച്ചു പോകുന്നു. ഇതോടെ പെറാൾട്ടിനാകെ സങ്കടമാവുകയും അവൻ ബക്കേന്ന് വിളിച്ച് എല്ലാവരുടെയും നോക്കുന്നുണ്ടെങ്കിലും മുഴുവൻ ഐസ് ആയതുകൊണ്ട് ഒന്നും കാണാത്തോണ്ട് അവൻ സങ്കടത്തോടെ ഐസൊക്കെ ഇടിച്ചു പൊളിക്കാനും തുടങ്ങുന്നു. പക്ഷേ അവൻ എത്രയൊക്കെ ഇടിച്ചിട്ടും അത് പൊളിയാത്തോണ്ട് അവനവിടെ ഇരുന്ന് വിഷമിക്കുമ്പോ ആരോ അവന് ഒരു കമ്പ് കൊണ്ടു കൊടുക്കുകയും അവനത് വെച്ച് കുത്താനും തുടങ്ങുന്നു. എന്നാൽ പിന്നീടാണ് അവൻ അത് ശ്രദ്ധിക്കുന്നത്. അവൻ ആ കമ്പ് കൊണ്ടു കൊടുത്തത് തന്നെ ബക്കാണ്. അവനെ കണ്ടതും പെറാൾട്ടിനാകെ സന്തോഷമാവുകയും ചിരിച്ചുകൊണ്ട് അവനെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതൊക്കെ ദൂരെ നിന്ന് പിറ്റ്സ് കാണുകയും അവനതൊക്കെ കണ്ട് ദേഷ്യം വരികയും ചെയ്യുന്നു. അങ്ങനെ അന്ന് രാത്രിയായതും പെറാൾട്ട് കിടക്കാൻ പോയതും മെർസിഡസ് അവനോട് സംസാരിക്കുന്നു. പെറാൾട്ട് എത്രയോ കാലമായി കത്ത് കൊടുക്കാൻ പോകുന്നുണ്ട്. പക്ഷേ ഇതുവരെ അവൻ സമയത്തിന് എവിടെയും കത്ത് കൊടുത്തിട്ടില്ല. പക്ഷെ അവൻ വിട്ടുകൊടുക്കാതെ എന്നും നേരത്തെ എത്താൻ നോക്കും. അതുകൊണ്ട് നീയൊക്കെ ഒരു ദിവസം അവനെ നേരത്തെ എത്തിക്കുമെന്നാണ് അവൻ കരുതുന്നതെന്ന് അവൾ പറയുകയും അവളും ഉറങ്ങാനായി പോവുകയും ചെയ്യും. പീറ്റ്സ് ഇതൊക്കെ ദൂരെ നിന്ന് വീണ്ടും കാണുകയും
വരികയും അവരോട് കൂടുതൽ അടുക്കുന്നതുകൊണ്ട് പീറ്റ്സിന് അവനോടുള്ള ദേഷ്യം കൂടിക്കൊണ്ടേയിരുന്നു. ഇതിനിടെ ബക്കൊരു മുഴലിനെ ദൂരെ കണ്ടതും അവനതിന്റെ പുറകെ തന്നെ ഓടാൻ തുടങ്ങുന്നു. ബക്ക് ഇപ്പൊ പഴയ ബക്കൊന്നുമല്ല, അവനിപ്പോൾ എല്ലാത്തിലും എക്സ്പേർട്ട് ആയിരിക്കുകയാണ്. ബക്ക് ഓടുന്നത് കണ്ട് മറ്റു പട്ടികളും അവനോടൊപ്പം പോകുന്നുണ്ട്. ഈ സമയം ബക്ക് അതിനെ ഓടിച്ചിട്ട് പിടിച്ചതും ബക്കിനെന്തോ ആ മുഴലിനോട് സങ്കടം തോന്നുകയും അവനെ വെറുതെ വിടുകയും ചെയ്യുന്നു. ഇതോടെ മുയൽ അവിടെ നിന്ന് ഓടിപ്പോകാൻ നോക്കിയതും പീറ്റ്സ് ചാടി വന്ന് അവനെ കടിച്ചങ്ങ് കൊല്ലുന്നു. ഇത് കണ്ട ബക്ക് അവനെ നേരെ കുരച്ചതും സ്പീറ്റ്സ് ബക്കിന് നേരെ വരാൻ തുടങ്ങുന്നു. ബക്കിനാണെങ്കിൽ അവൻ ദേഷ്യപ്പെട്ട് നിൽക്കുന്നത് കണ്ട് പേടിയാവുന്നുണ്ട്. എന്നാൽ ഇത് കണ്ട സ്പീറ്റ്സ് അവനെ ആക്രമിക്കാൻ തുടങ്ങുകയും അവനെ ചാടിയൊക്കെ കടിച്ച് അവനെ വീഴ്ത്തുന്നുണ്ടെങ്കിലും ബക്ക് അവനെ ഒന്നും തിരിച്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ സ്പീറ്റ്സ് അവനെ അടിച്ച് എറിഞ്ഞൊക്കെ ഇട്ടുകളഞ്ഞതും ബക്കിന്റെ അനക്കമൊക്കെ നിൽക്കുന്നു. ഇത് കണ്ട മറ്റു പട്ടികളൊക്കെ ആണെങ്കിൽ സങ്കടത്തോടെ നിൽക്കുമ്പോൾ സ്പീറ്റ്സ് പേടിപ്പിച്ച് എല്ലാവരെയും ഉറങ്ങാൻ വിട്ടതും ബക്ക് മുൻപ് മീന് കൊടുത്ത പാവം പട്ടി മാത്രം സ്പീറ്റ്സിന് നേരെ കുരക്കുന്നു. ഇത് കണ്ട സ്പീറ്റ്സ് അവനെ തീർക്കാനും കൂടെ ഒരുങ്ങുകയാണ്. അപ്പോഴേക്കും ബക്കിന് ബോധം വന്നതും അവൻ മുൻപൊക്കെ കണ്ട ചെന്നായി ദേഷ്യപ്പെട്ട് സ്പീറ്റ്സിനെ നോക്കുന്നത് കണ്ട് ബക്കിന് അവനെ തിരിച്ചടിക്കാൻ തോന്നുന്നു. ഇതോടെ ബക്ക് എണീറ്റത് കണ്ട സ്പീറ്റ്സ് ബക്കിന് നേരെ ഓടി വന്നതും ബക്ക് അവനെ ഒറ്റ കടിയടിച്ച് പോക്കി നിലത്തേക്ക് അങ്ങ് അടിക്കുന്നു. അങ്ങനെ സ്പീറ്റ്സ പോരാട്ടത്തിൽ തോൽക്കുമെങ്കിലും ബക്ക് അവനെ കൊല്ലാതെ വിട്ടുകളയുന്നു. അപ്പം മുതൽ മറ്റ് പട്ടികളുടെയൊക്കെ ക്യാപ്റ്റൻ ബക്ക് ആയിരിക്കുകയാണ്. പോരാട്ടത്തിൽ തോറ്റ സ്പീറ്റ്സ് ആണെങ്കിൽ നാണക്കേട് കൊണ്ട് എങ്ങോട്ടോ പൊക്കളയുന്നു. ശേഷം കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെയാണ്. പെറാൾട്ടാണേൽ സ്പീറ്റ്സിനെ കാണാത്തോണ്ട് എല്ലാ സ്ഥലത്തും അവനെ അന്വേഷിക്കുമെങ്കിലും അവനെ കണ്ടെത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ എങ്ങനെയും വന്നോളും, നമുക്കെന്തായാലും മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞ് പെറാൾട്ട് വണ്ടി എടുക്കാമെന്ന് പറഞ്ഞതും സ്പീറ്റ്സിന്റെ സ്ഥാനത്ത് ഇപ്പോൾ ബക്ക് നിൽക്കുന്നതായി പെറാൾട്ട് കാണുന്നു. പക്ഷേ പെറാൾട്ടാണേൽ ഇവരൊക്കെ 5 വർഷം മുന്നേ എന്റെ കൂടെ ഉണ്ട്, നിനക്കാണെങ്കിൽ എക്സ്പീരിയൻസ് കുറവാണ്, അതുകൊണ്ട് പുറകെ പോയി നിന്റെ സ്ഥലത്ത് നിൽക്കെന്ന് പറയുമെങ്കിലും ബക്ക് എങ്ങോട്ടും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അവനെ വലിച്ചഴിച്ച് അവനെ പുറകിലേക്ക് തന്നെ പെറാൾട്ട് വലിച്ചു കൊണ്ടുപോയി ഇടുകയും വേറൊരു പട്ടിയെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ബെൽറ്റ് ഇടാൻ നോക്കിയതും നമ്മുടെ ക്യാപ്റ്റൻ ബക്കാണ്, ഞാനല്ല എന്ന് പറഞ്ഞ് അവനാ ബെൽറ്റ് ഇടാൻ സമ്മതിക്കുന്നില്ല. പെറാൾട്ട് എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവൻ ഓടിക്കളയുന്നത് മെർസിഡസ് കണ്ടതും എനിക്ക് തോന്നുന്നത് ഇവരുടെ പുതിയ ലീഡർ ബക്കാണെന്നാണ്. അതുകൊണ്ട് ഇവര് ബക്ക് പറയുന്നത് പോലെ കേൾക്കത്തുള്ളൂ എന്ന് പറഞ്ഞതും വേറെ വഴിയില്ലാതെ അവൻ ബക്കിനെ തന്നെ മുന്നോട്ട് വിളിക്കുകയും അവന് ബെൽറ്റ് ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ അന്നത്തെ യാത്ര അവർ ആരംഭിക്കാൻ പോവുകയാണ്. മറ്റ് പട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇതുവരെ ഇല്ലാത്ത ഒരു ആവേശമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം അവരുടെ ബക്കാണ് മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ പുറപ്പെടാനുള്ള നിൽപ്പ് കണ്ടതും ഇത് എന്നത്തെ പോലെയല്ല, നീയൊന്ന് പിടിച്ചിരുന്നോ എന്ന് മെർസിഡസ് പെറാൾട്ടിനോട് പറയുന്നുണ്ട്. അങ്ങനെ വണ്ടി കാത്തിച്ച് വിട്ടോണ്ടിരിക്കുകയാണ്. മറ്റ് പട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇപ്പോ ബക്ക് ലീഡർ ആയതുകൊണ്ട് വളരെ സന്തോഷത്തോടെയാണ് അവർ മത്സരിച്ച് ഓടുന്നത്. പെറാൾട്ടിന് ഇപ്പോ വലിയ സന്തോഷമാവുന്നുണ്ട്. കാരണം ഇതുവരെ അവർ ഇത്ര സ്പീഡിൽ പോയിട്ടില്ല. എന്നാൽ പെട്ടെന്ന് തന്നെ ആ സന്തോഷം പോകുന്നുണ്ട്. കാരണം അവരിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന മലയുടെ മുകളിൽ നിന്നും മഞ്ഞ് പൊട്ടി ആഴേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. വലിയ രീതിയിലാണ് അത് പൊട്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇടത്തോട്ട് തിരിക്കാൻ പെറാൾട്ട് പറഞ്ഞതും ഇടത്തോട്ട് തിരിച്ചാ എന്തായാലും രക്ഷപ്പെടില്ല എന്ന് ബക്കിന് മനസ്സിലാവുന്നു. ഈ സമയമാണ് അവൻ കാണുന്ന ആ ചെന്നായി ആ മലയുടെ മുകളിലായി നിൽക്കുന്നത് കാണുന്നത്. അത് നിൽക്കുന്ന തൊട്ടടിയിൽ തന്നെ ഒരു ഗുഹയാണ് ഉള്ളത്. അതോടെ അത് കണ്ടതും ബക്ക് പെറാൾട്ട് പറയുന്നത് കേൾക്കാതെ അങ്ങോട്ടേക്ക് വണ്ടി തിരിക്കുകയും മാക്സിമം സ്പീഡിൽ ഓടാനും തുടങ്ങുന്നു. അവരിപ്പോ മഞ്ഞ് വീഴുന്ന മലയുടെ അടുത്തേക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പെറാൾട്ടൊക്കെ ഇത് കണ്ട് പേടിച്ച് വിറച്ചോണ്ടിരിക്കുകയാണ്. എന്നാൽ ബക്ക് മഞ്ഞ് വീഴുന്നതിന് മുന്നേ ഉള്ളിലേക്ക് കയറുകയും ഓടി അതിന്റെ ഉള്ളിലൂടെയൊക്കെ എവിടെ തട്ടാതെ കൺട്രോൾ ചെയ്ത് ഓടുകയും മഞ്ഞിലൊന്നും പെടാതെ പുറത്തേക്ക് ഇറങ്ങി രക്ഷപ്പെടുകയും ഒരുപാട് ഓടി കത്തെത്തിക്കാനുള്ള അവസാന സ്ഥലമായ ഡാവ്സ്റ്റണിലേക്ക് കൃത്യസമയം കത്തുമായി എത്തുകയും ചെയ്യുന്നു. അങ്ങനെ ആദ്യമായി കൃത്യസമയം പെറാൾട്ട് കത്ത് എത്തിച്ചിരിക്കുകയാണ്. അങ്ങനെ കത്ത് കിട്ടിയവരൊക്കെ അവരുടെ കത്ത് പൊട്ടിച്ച് വായിക്കുന്നത് കണ്ട് പെറാൾട്ട് ആകെ സന്തോഷിക്കുകയും ബക്കിനോട് സംസാരിക്കാനും തുടങ്ങുന്നു. നീ അത് കണ്ടോ ബക്കെ, നമ്മൾ ശരിക്കും കൊണ്ടുവരുന്നത് വെറും കത്ത് മാത്രമല്ല, ഓരോരുത്തരുടെ വിഷമങ്ങളും പ്രണയങ്ങളും ഒക്കെയാണ്. അതുകൊണ്ട് നമ്മൾ ഇനിയും ഒരുപാട് കത്തുകൾ ഇതുപോലെ കൊണ്ടുകൊടുക്കണമെന്ന് പെറാൾട്ട് പറയുകയും നാളെ നമുക്ക് കത്തെടുത്ത് തിരിച്ചു പോകണം, അതുകൊണ്ട് ഉറങ്ങിക്കോന്നും പറഞ്ഞ് പെറാൾട്ടും മെർസിഡസും അവിടെ നിന്നും സന്തോഷത്തോടെ പോകുന്നു. ഇതോടെ ബക്കിന് ആ പണി ഒരുപാട് ഇഷ്ടപ്പെടുകയും അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജീവിതമായി ഇത് മാറുകയും അവനും കിടക്കാനായി പോവുകയും ചെയ്യും. ഈ സമയമാണ് നമ്മൾ കഥയുടെ മുൻപ് കണ്ട ജോണപ്പാപ്പനെ കാണിക്കുന്നത്. ജോണപ്പാപ്പൻ അയാളെ വിട്ടുപോയ അയാളുടെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു കത്തെഴുതിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ അതിൽ എഴുതുന്നത് മരിച്ചുപോയ അയാളുടെ പ്രിയപ്പെട്ട മകനായ ടിമ്മിനെ പറ്റിയാണ്. അവന്റെ സാഹസിക ആഗ്രഹങ്ങളും അവന്റെ ബർത്ത്ഡേ വരാൻ പോവുകയാണെന്നും എല്ലാം അതിൽ എഴുതി ചേർക്കുന്നുണ്ട്. എഴുതുന്നതിനിടെ മകനെ ഓർത്ത് അയാൾ ഒരുപാട് കരയുന്നുമുണ്ട്. ഇതിനിടെ ബക്കാണേൽ അവൻ കാണുന്ന ആ ചെന്നായിയെ വീണ്ടും അവൻ കാണുകയും അവന്റെ വഴികാട്ടിയായ അത് അവിടെ നിന്നും മാഞ്ഞു പോവുകയും ചെയ്യുന്നു. ശേഷം കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ കുറച്ച് ലേറ്റായി എഴുന്നേൽക്കുന്ന ജോണപ്പാപ്പനെയാണ്. അയാൾ എഴുന്നേറ്റ ഉടനെ തന്നെ കത്ത് കൊടുക്കാൻ വേണ്ടി പെറാൾട്ടിന്റെ അടുത്തേക്ക് ഓടുകയാണ്. കാരണം പെറാൾട്ട് അവിടെ നിന്നും കത്തുമെടുത്ത്
തിരിച്ചു പോകാൻ പുറപ്പെട്ടിരിക്കുന്നു. എന്നാൽ അയാൾ ഓടി വരുന്നത് ബക്ക് കാണുകയും അവൻ അയാളെ കണ്ടതോടെ അവിടെ നിൽക്കുകയും ചെയ്യും. അങ്ങനെ അപ്പാപ്പനാണേൽ ഈ കത്ത് കൂടെ എടുക്കുമെന്ന് പെറാൾട്ടിനോട് ചോദിക്കുമെങ്കിലും സമയം വൈകിപ്പോയി അപ്പാപ്പ, അതുകൊണ്ട് ഇനി എടുക്കില്ല എന്ന് പറയുമെങ്കിലും ഇതെന്റെ ഭാര്യയ്ക്കുള്ള കത്താണ്, എന്റെ മകന്റെ ബർത്ത്ഡേ വരാൻ പോവുകയാണ്, അതെനിക്ക് അവളെ അറിയിക്കണമെന്ന് അയാൾ സങ്കടത്തോടെ പറയുന്നത് കേട്ടതും ബക്ക കത്ത് മേടിച്ച് മെർസിഡസിന്റെ അടുത്തേക്ക് കൊടുക്കുന്നു. അങ്ങനെ അത് കണ്ട പെറാൾട്ടാണേൽ അവൻ ബോസ് ആയതുകൊണ്ട് ഞാൻ ഈ കത്ത് സ്വീകരിച്ചു എന്നും പറയുന്നു. ജോണപ്പാപ്പനാണേൽ നീ എന്നെ ഓർത്തതിന് ഒരുപാട് നന്ദിയുണ്ട് ബക്കെ എന്നും പറഞ്ഞുകൊണ്ട് ബക്കിനെ അയാൾ യാത്ര അയക്കുന്നു. ശേഷം കാണിക്കുന്നത് 80 ദിവസങ്ങൾ കഴിഞ്ഞ് വീണ്ടും പെറാൾട്ടും ബക്കും കത്തുമായി അങ്ങോട്ടേക്ക് എത്തുന്നതാണ്. ഇത്തവണ അവരവിടേക്ക് എത്തിയതും പെറാൾട്ടിന് ഒരു കത്തുണ്ടെന്ന് പറഞ്ഞ് അവിടെയുള്ള പോസ്റ്റ് ഓഫീസിലെ ആൾക്കാർ അവനത് കൊടുക്കുന്നു. ഇതോടെ അവനത് തുറന്നു നോക്കിയതും മുകളിൽ നിന്നുള്ള ഓർഡർ ആണത്. അതിൽ എഴുതിയിരിക്കുന്നത് പട്ടികളെയൊക്കെ വിറ്റ് ജോലി നിർത്തി നാട്ടിലേക്ക് തിരിച്ചു വരാനാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെർസിഡസിനും അവനുമാകെ സങ്കടമാവുന്നുണ്ട്. അങ്ങനെ ബക്കിനെയും കൂടെയുള്ളവരെയും അവനവിടെ വിറ്റതും ബക്ക് എഴുന്നേറ്റ് കുരക്കുന്നത് കണ്ട് പെറാൾട്ട് അവന്റെ അടുത്തേക്ക് ചെന്ന് സംസാരിക്കാൻ തുടങ്ങുന്നു. എനിക്കും ഈ ജോലി നിർത്തുന്നതിൽ വലിയ വിഷമമുണ്ട്, പക്ഷേ നിർത്താനുള്ള കാരണം നമ്മുടെ തെറ്റൊന്നുമല്ല. ഈ കത്തുകൾ സെൻഡ് ചെയ്യാൻ പുതിയ ടെലിഗ്രാഫ് എന്ന സംവിധാനം അവർ കണ്ടെത്തി, അതുകൊണ്ട് ഇനി അവർക്ക് നമ്മുടെ ആവശ്യമില്ലെന്ന് പെറാൾട്ട് പറയുകയും നമ്മുടെ ജോലി മാത്രമേ ഇപ്പൊ പോയിട്ടുള്ളൂ, പക്ഷേ നിങ്ങളെപ്പോഴും ഒരു ടീമായി നിൽക്കണമെന്ന് പെറാൾട്ട് പറഞ്ഞുകൊണ്ട് മെർസിഡസും പെറാൾട്ടും സങ്കടത്തോടെ അവിടെ നിന്നും പൊക്കളയുന്നു. അങ്ങനെ ബക്കിന് അവന്റെ രണ്ടാമത്തെ യജമാനെയും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇതോടെ കൂടെയുള്ള പട്ടികൾക്കും ഒരുപാട് വിഷമമാകുന്നു. പിന്നീട് കുറച്ച് ദിവസങ്ങൾ കടന്നുപോയതും ഹാൽ എന്ന ഒരുത്തൻ ആ പട്ടികളെ മുഴുവൻ വിലക്ക് മേടിക്കുന്നു. അവനിപ്പോൾ പട്ടികളെ മേടിച്ചിരിക്കുന്നത് 2 പണക്കാരായ ഭാര്യയും ഭർത്താവിനെയും ആ പൊന്നുള്ള മലയിലേക്ക് കൊണ്ടുപോകാനാണ്. അങ്ങനെ ഒരു ലോഡ് പെട്ടിയുമായി അവര് 3 പേരും വണ്ടിയിലേക്ക് കയറിയിരുന്നതും വണ്ടി മുന്നോട്ടെടുക്കാൻ പട്ടികളോട് പറയുന്നു. പക്ഷേ പട്ടികൾ എത്ര വലിച്ചിട്ടും വണ്ടി മുന്നോട്ട് അനങ്ങുന്നേയില്ല. എന്നാൽ ഇതെല്ലാം ജോണപ്പാപ്പൻ കാണുന്നുണ്ട്. ഇതിനിടെ ഹാല് ഇത് മടിയൻ പട്ടികളാണെന്ന് പറഞ്ഞ് അവരെ അടിക്കാൻ പോയതും ജോണപ്പാപ്പൻ വന്ന് അത് തടഞ്ഞുകൊണ്ട് എനിക്ക് എല്ലാം മനസ്സിലായി മോനെ എന്ന് ബക്കിനോട് പറയുകയും ഈ വണ്ടിയുടെ തെന്നുന്ന ഭാഗം മഞ്ഞിൽ ഉറച്ചിട്ടാണ് ഉള്ളത്, അതുകൊണ്ടാണ് വണ്ടി അനങ്ങാത്തതെന്നും പറഞ്ഞ് അയാൾ അത് ശരിയാക്കി കൊടുക്കുന്നു. ഈ സമയമാണ് അവനൊരു മാപ്പ് ഉള്ളിലേക്ക് വെക്കുന്നത് അപ്പാപ്പൻ കാണുന്നത്. എടാ നീ ഇങ്ങോട്ട് വന്നത് ആ പൊന്നുള്ള മല തപ്പിയാണല്ലേ? അതൊന്നുമല്ല അവൻ പറയുമെങ്കിലും ഇപ്പൊ നിനക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല, ഇത് മഞ്ഞുരുകുന്ന സമയമാണ്. മഞ്ഞുരുകുമ്പോ പട്ടികൾക്ക് ഈ വണ്ടി തെന്നിച്ച് കൊണ്ടുപോകാനും പറ്റത്തില്ല, കൊണ്ടുപോയാൽ തന്നെ നിനക്ക് കൂടുതലും യാത്ര ചെയ്യേണ്ടത് നദികളുടെ മുകളിലൂടെയാണ്. അങ്ങനെ നീയെങ്ങാനും ഈ ടൈമിൽ നദിയുടെ മുകളിലൂടെ പോയ ഐസ് പൊട്ടി താഴേക്ക് പോകുമെന്ന് പറഞ്ഞതും ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം, പിന്നെ പട്ടികളെ വലിപ്പിക്കാനും അറിയാമെന്ന് പറഞ്ഞതും നിങ്ങൾ അവരെ തല്ലൊന്നും വേണ്ട, ഒന്ന് സ്നേഹത്തോടെ തന്നെ പറഞ്ഞാൽ തന്നെ അവരുടെ ജീവൻ പോകുന്നവരെ വലിച്ചോളുമെന്ന് അപ്പാപ്പൻ പറയുകയും അവരവിടെ നിന്ന് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഇപ്പോൾ മഞ്ഞെല്ലാം ഏകദേശം ഉരുകി കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് തന്നെ പട്ടികൾക്ക് വണ്ടി തെന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നില്ല. വട്ടനായ ഹാലാണെങ്കിൽ വീണ്ടും മുന്നോട്ടേക്ക് വലിക്കാൻ പറഞ്ഞതും എല്ലാവരുടെയും കാല് തന്നെ താഴേക്കങ്ങ് ഊരിപ്പോയതും കൂടെയുള്ള പട്ടികൾക്കൊന്നും അടികിട്ടാതിരിക്കാൻ ബക്കവന്റെ മുഴുവൻ ശക്തിയും എടുത്ത് വണ്ടി പിടിച്ച് നിർത്തുന്നു. എന്നിട്ടും വട്ടൻ ഹാൽ അവരെ തല്ലുന്നത് കണ്ട് ബക്ക് മാക്സിമം വലിച്ച് മുന്നോട്ട് കയറ്റുകയാണ്. ഈ സമയം ജോണാണെങ്കിൽ വിറകൊക്കെ വെട്ടി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതിനിടെ ബക്കവന് മുന്നേ കൊണ്ടുകൊടുത്ത ഹാർമോണിക്ക അവിടെ കണ്ടതും ബക്കിനെ എങ്ങനെയെങ്കിലും അവന്റെ കയ്യിൽ നിന്നും രക്ഷിക്കണമെന്ന് കരുതിക്കൊണ്ട് അവിടെ നിന്നും ബക്കിനെ തേടി പോകാൻ തുടങ്ങുന്നു. ബക്കാണെങ്കിൽ വണ്ടി വലിച്ച് അവനൊരു അടി പോലും മുന്നോട്ട് വെക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇത് കണ്ട ഹാല് അവനെ ചവിട്ടിയൊക്കെ തള്ളിയിട്ട് കൊല്ലാൻ നോക്കുകയാണ്. അപ്പോഴേക്കും ജോണപ്പാപ്പൻ അങ്ങോട്ടേക്ക് എത്തുകയും എടാ മുന്നിലുള്ളത് ഒരു നദിയാണ്, അത് നിങ്ങൾക്ക് കടക്കാൻ പറ്റത്തില്ല, ഏകദേശം അത് ഉരുകിക്കഴിഞ്ഞു, സത്യത്തിൽ ആ പട്ടി നിന്നെ രക്ഷിക്കാനാ നോക്കുന്നതെന്ന് അപ്പാപ്പൻ പറഞ്ഞുകൊണ്ട് അവനെ അങ്ങ് തള്ളിയിട്ട് ബക്കിന്റെ ബെൽറ്റ് അങ്ങ് മുറിച്ചു കളയുന്നു. അവിടെ നിന്നും എണീറ്റ് വന്ന അവനാണേൽ നീ മുറിച്ചു കളഞ്ഞത് നന്നായി, അല്ലെങ്കിലും അവനെ കൊണ്ട് ഇത് വലിക്കാനൊന്നും പറ്റത്തില്ല, അവന്റെ ബോധം തന്നെ പോയിരിക്കുകയാണെന്ന് പറഞ്ഞ് മറ്റ് പട്ടികളുമായി അവിടെ നിന്നും പോകുന്നത് കണ്ട് അവരോടങ്ങനെ ചെയ്യലടാ എന്ന് പാപ്പൻ പറയുമെങ്കിലും അവരവിടെ നിന്ന് പൊക്കളയുന്നു. പിന്നീട് കാണിക്കുന്നത് ഉറക്കം എണീറ്റ് ജോണിന്റെ അടുത്തേക്ക് വരുന്ന ബക്കിനെയാണ്. അങ്ങനെ ബക്കാണെങ്കിൽ അവന്റെ കൂട്ടുകാര് അവിടെ ഉണ്ടോ എന്ന് നോക്കുന്നുണ്ടെങ്കിലും ആരെയും കാണുന്നില്ല. ഇതോടെ അപ്പാപ്പൻ അവരൊക്കെ പോയടാ, നീ 2 ദിവസമായി തളർന്ന് എന്റെ ബെഡിൽ ഉറങ്ങുകയായിരുന്നു എന്നും പറയുന്നു. ബക്കിനാണ് ഇതൊക്കെ കേട്ട് സങ്കടമായതും ഞാനിപ്പോ വരാമെന്നും പറഞ്ഞ് ജോൺ അപ്പാപ്പൻ എങ്ങോട്ടോ പോകുന്നു. അപ്പാപ്പൻ ഇപ്പോ എത്തിയിരിക്കുന്നത് ബാറിലേക്കാണ്. കൂടെ അപ്പാപ്പൻ കാണാതെ ബക്കും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇതിനിടെയാണ് ഹാല് അങ്ങോട്ടേക്ക് എത്തി അപ്പൂപ്പനെ ഇടിച്ചങ്ങ് കളയുകയും നീ കാരണമാണ് എന്റെ പട്ടികളെ എനിക്ക് നഷ്ടമായത് എന്നൊക്കെ പറഞ്ഞ് ആകെ ബഹളം വെക്കുമ്പോ ബക്ക് പുറത്തുനിന്ന് വന്ന് ചാടിയങ്ങ് വീഴുകയും അവനെ കാടിച്ചങ്ങ് പറിക്കാനും നോക്കുന്നു. എന്നാൽ അപ്പോഴേക്കും ബക്കിനെ എല്ലാവരും കൂടി പിടിച്ചു വെക്കുകയും ഈ പട്ടിക്ക് പ്രാന്താണ് എന്ന് പറഞ്ഞ് ഹാല് ആകെ സീനാക്കുകയാണ്. പക്ഷേ അവിടേക്ക് എത്തിയ പോലീസ് ബക്കിനെ ഒന്നുമല്ല പുറത്തേക്ക് കളയുന്നത്, കാരണം ബാറിലേക്ക് ഗണ്ണ് കയറ്റാൻ പാടില്ല. ഹാല്
അതാണ് ഇപ്പോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവനെ തല്ലി പുറത്തേക്ക് ഇട്ട് കളയുന്നു. ബാറിൽ നിന്നും വീട്ടിലേക്ക് എത്തിയ അപ്പാപ്പനാണ് ഇപ്പോഴും കുടിയോടെ കുടിയാണ്. അതുകൊണ്ട് തന്നെ ബക്ക് ആ കുപ്പിയെടുത്ത് പുറത്തേക്ക് പോയി അത് മഞ്ഞിൽ കുഴിച്ചിട്ടതിന് ശേഷം അതിന്റെ മേലെ അങ്ങ് കയറിയിരിക്കുന്നു. ഇത് കണ്ട അപ്പാപ്പൻ അവനെ തള്ളി മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും അത്രയും വലിപ്പമുള്ള പട്ടിയായതുകൊണ്ട് അവനൊന്ന് അനങ്ങുന്ന പോലുമില്ല. അതോടെ ജോൺ അവന്റെ സങ്കടങ്ങൾ ബക്കിനോട് തുറന്നു പറയാൻ തുടങ്ങുന്നു. എന്റെ പൊന്നുമോൻ ജനിച്ച ദിവസമാണിന്ന്, പക്ഷേ ഇപ്പൊ അവൻ എന്റെ കൂടെ ഇല്ല. അവൻ മരിച്ചതോടെ എന്റെ ഭാര്യയും എന്നെ വിട്ടുപോയി. ആ ഒരു വിഷമം മറക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ കുടിക്കുന്നതെന്ന് ജോണ് പറയുമെങ്കിലും ബക്ക് ഇതൊന്നും കേട്ടിട്ടും ആ കുപ്പി തിരിച്ചു കൊടുക്കുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയതും ജോണ് എവിടെ നിന്നൊക്കെ ഒരു മാപ്പ് തപ്പിയെടുത്തുകൊണ്ട് ബക്കിനോട് കാര്യം പറയാൻ തുടങ്ങുന്നു. എന്റെ മകന് യൂക്കോൺ മലനിരകളുടെ മേലേക്ക് സാഹസിക യാത്ര ചെയ്യാൻ വലിയ ഇഷ്ടമായിരുന്നു, പക്ഷേ അവനെ കൊണ്ടത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് പോവാം, ചിലപ്പോ അവനത് മുകളിൽ നിന്നും കണ്ട് സന്തോഷമായാലോ എന്ന് ജോൺ പറയുകയും നമ്മൾ ഈ മാപ്പും കടന്ന് പുറത്തേക്ക് പോകണമെന്നും പറഞ്ഞ് അവർ യാത്ര തുടങ്ങുകയാണ്. അങ്ങനെ ജോണപ്പാപ്പൻ ബോട്ടിലേക്ക് ബക്കിനോട് കയറാൻ പറഞ്ഞതും ബക്കങ്ങ് കയറുകയും ബോട്ട് അങ്ങ് ഇളകി പോവുകയും ചെയ്യുന്നു. ഇതോടെ അവർ മുന്നോട്ട് പോകാൻ തുടങ്ങുന്നു. പോകുന്നതിനിടെ ഒരുപാട് കാഴ്ചകളൊക്കെ അവർ കാണുന്നുണ്ട്. അങ്ങനെ പോയി രാത്രിയായതും ടെന്റൊക്കെ അടിച്ച് അവിടെ കിടക്കുകയും പിറ്റേന്ന് രാവിലെ വീണ്ടും യാത്ര ചെയ്ത് ഒരുപാട് ദൂരം പോയി വീണ്ടും രാത്രിയാവുന്നു. അപ്പൂപ്പനാണെങ്കിൽ തുഴഞ്ഞ് ബോറടിച്ചതും ബക്കെ നീ ഒരു പാട്ടൊക്കെ പാടടാ എന്ന് അവനോട് പറഞ്ഞത് കേട്ടതും പട്ടി കരയുന്നത് പോലെ ഒരു പാട്ടങ്ങ് പാടുന്നു. ശേഷം അവർ വീണ്ടും ടെന്റ് അടിച്ചതും അപ്പൂപ്പന്റെ ഹാർമോണിക്ക അപ്പൂപ്പൻ വായിച്ചതും അവനും വായിക്കാൻ കൊടുക്കുന്നു. പക്ഷേ അവനാണെങ്കിൽ നക്കി ഇടുകയാണ്. അതോടെ അവർ വീണ്ടും അന്നും കിടന്നുറങ്ങുന്നു. പിറ്റേന്ന് രാവിലെ വീണ്ടും യാത്ര തുടങ്ങുകയാണ്. എന്നാൽ പെട്ടെന്ന് വെള്ളത്തിന്റെ ഒഴുക്ക് കൂടുകയും അവർ ചെറിയ വെള്ളച്ചാട്ടത്തിലൊക്കെ വീണ് മുന്നോട്ട് പോകാനും തുടങ്ങുന്നു. അപ്പൂപ്പനെ ഇതൊന്നും ഇഷ്ടമാവുന്നില്ലെങ്കിലും ബക്ക് ഇതൊക്കെ കണ്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ വെള്ളച്ചാട്ടവും അവർ കടന്നുപോയതും ബോട്ടിലേക്ക് വെള്ളം കയറുന്നത് കണ്ട് ഇനി ബോട്ടിൽ യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാവുകയും അവർ കാട്ടിലൂടെ നടക്കാനും തുടങ്ങുന്നു. ഈ സമയം വട്ടൻ ഹാലാണെങ്കിൽ അപ്പൂപ്പന്റെ വീട്ടിലേക്ക് അപ്പൂപ്പനെ കൊല്ലാൻ വേണ്ടി കയറി നോക്കിയതും അപ്പൂപ്പനെ അവിടെ എങ്ങും കാണാനില്ല. ഇതിനിടെയാണ് അപ്പൂപ്പൻ വരച്ചു വെച്ച മാപ്പ് അവിടെ കാണുന്നത്. ഇതോടെ അപ്പൂപ്പൻ എങ്ങോട്ടാണ് പോയതെന്ന് അവന് മനസ്സിലാവുന്നു. അപ്പൂപ്പനും ബക്കുമാണേൽ മാപ്പ് അവസാനിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയതും അപ്പൂപ്പന് മുന്നോട്ട് പോകാനുള്ള വഴിയൊന്നും അറിയാത്തോണ്ട് ബക്കിനോട് ഒരു കാര്യം പറയുന്നു. എന്റെയും നിന്റെയൊക്കെ പൂർവികര് ഇവിടെ പണ്ട് ജീവിച്ചിട്ടുണ്ടാവും, അതുകൊണ്ട് അവരുടെയൊക്കെ മണം പിടിച്ച് നീ എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ടേക്ക് ഞാനും വരാമെന്ന് അപ്പൂപ്പൻ പറയുകയും ബക്ക് കാണിക്കുന്നത് പോലെ അപ്പൂപ്പൻ മുന്നോട്ട് പോകാൻ തുടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ അവർ അവസാനമായി പോയി എത്തുന്നത് ഒരു പുഴയുടെ സൈഡിലുള്ള ഒരു മരത്തിന്റെ വീടിന്റെ അടുത്തേക്കാണ്. നോക്കുമ്പോ ഇത് ഒരുപാട് കാലമായി ആളും അനക്കമൊന്നുമില്ലാത്ത സ്ഥലമാണെന്ന് ജോണിന് മനസ്സിലാവുകയും അവിടെയുള്ള സാധനങ്ങളൊക്കെ പരിശോധിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇതിനിടെയാണ് ബക്കൊരു പഴയ ട്രാപ്പിൽ നിന്നും ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെടുന്നത്. അതിലെങ്ങാനും കുടുങ്ങിയിരുന്നാൽ അവന്റെ ജീവൻ തന്നെ പോയേനെ. അപ്പാപ്പനാണേൽ ഉള്ളിൽ നിന്നും പുരാതന വൈൻ ബോട്ടിൽ കിട്ടിയതും ബക്ക് നോക്കുന്നത് കണ്ട് അതവിടെ മുകളിൽ വെക്കുകയും ഇത് എന്റെ ആണെന്നും പറയുന്നു. സമയമാണേൽ മുന്നോട്ട് പോയി വീണ്ടും രാത്രിയാവുകയും അന്ന് ചെന്നായയുടെ കരച്ചിലുകളൊക്കെ കേട്ട് ബക്കും ജോണപ്പാപ്പനും കിടന്നിറങ്ങുന്നു. ശേഷം പിറ്റേന്ന് രാവിലെ അപ്പാപ്പൻ പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയതും എന്തോ തിളങ്ങുന്നത് പോലെ കണ്ട് നോക്കിയതും അത് സ്വർണമാണെന്ന് മനസ്സിലാവുന്നു. ഇതോടെ ബക്കും അത് കണ്ട് പുഴയിൽ നിന്നും കല്ലൊക്കെ പൊക്കിയെടുക്കുന്നത് കണ്ട് എടാ അതല്ല ഇതുപോലത്തെ എടുക്കെന്ന് പറഞ്ഞതും ബക്ക് അത് നിലത്തിട്ട് വലിയ സ്വർണ്ണക്കട്ട എടുക്കുന്നു. പക്ഷേ അപ്പാപ്പൻ അതൊന്നും കാണുന്നില്ല. ബക്കാണെങ്കിൽ ഇത് വലുതാണ്, ചെറുതാണ് അപ്പാപ്പന് വേണ്ടതെന്ന് കരുതി ചെറുതെടുത്ത് കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ സമയമാണ് ബക്കൊരു പെൺ ചെന്നായ അതിലൂടെ ഓടിപ്പോകുന്നത് കാണുന്നത്. ഇത് കണ്ട അവനാണേൽ അങ്ങോട്ടേക്ക് പോവാൻ തോന്നിയതും നീ പൊക്കോടാ മോനെ, രാത്രിയാകുമ്പോഴേക്കും തിരിച്ചെത്തിയാൽ മതിയെന്നും പറയുന്നു. ബക്കാണേൽ ഇത് കേട്ട ഉടനെ തന്നെ അങ്ങോട്ടേക്ക് ഓടാൻ തുടങ്ങുന്നു. അങ്ങനെ ഒരുപാട് ദൂരം ഓടിയതും ബക്കിനെ ഒരു കരടിയൊക്കെ പേടിപ്പിച്ച് വിട്ടുകളയുന്നുണ്ട്. പക്ഷേ ബക്കതൊന്നും കാര്യമാക്കാതെ ചുറ്റി പോവുകയും വെള്ളച്ചെന്നായിന്റെ അടുത്തേക്ക് എത്തുകയും ചെയ്യുന്നു. അവനെ അവിടെ കണ്ട അവളാണേൽ ബക്കിനെ ചുറ്റുമൊക്കെ ഒന്ന് നടന്ന് നോക്കുമ്പോ ബക്ക് കൈവക്കി കാണിക്കുകയും അവള് ഇത് കണ്ട് ഒരു ഇടിയും കൊടുത്ത് അവിടെ നിന്നും ഓടിക്കളയുന്നു. ബക്കാണേൽ അന്ന് മുതൽ ചെന്നായ ഓർത്താണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ ഒന്നും ആയാൽ അപ്പാപ്പന്റെ അടുത്തൊന്നും നിൽക്കാതെ ഫുൾ ടൈം അവരെ നോക്കി നിൽക്കുകയാണ്. ഈ സമയം ചെന്നായി കൂട്ടങ്ങൾ ഒരു പന്നിയെ പുഴയൊക്കെ കടന്ന് പിടിക്കാൻ നോക്കുന്നതിനിടെ ഒരു ചെന്നായിയുടെ കാല് തിന്നി പുഴയിലേക്ക് അങ്ങ് വീഴുന്നു. ഇത് കണ്ട എല്ലാ ചെന്നായികളും അതിനെ രക്ഷിക്കാൻ വേണ്ടി ഓടുകയാണ്. എന്നാൽ അവർക്കാർക്കും അവൻ പിടിച്ചിരിക്കുന്ന മരത്തിന്റെ അടുത്തേക്ക് ചാടാൻ കഴിയുന്നില്ല. അപ്പോഴേക്കും ബക്ക് അങ്ങോട്ടേക്ക് ചാടുകയും അവൻ പിടിച്ചിരിക്കുന്ന മരം വലിച്ച് കയറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും കടിച്ചിരിക്കുന്ന ഭാഗമൊക്കെ പൊട്ടിപ്പോകുന്നു. ഇതോടെ ആ മരം അവന്റെ തോളിലെങ്ങി ആക്കുകയും മറ്റേ വണ്ടി വലിക്കുന്നത് പോലെ മുഴുവൻ ശക്തിയും എടുത്തങ്ങ് വലിച്ച് കയറ്റുന്നു. അങ്ങനെ ചെന്നായിക്കൂട്ടങ്ങൾക്ക് അവനെ ഇപ്പോൾ വലിയ കാര്യമായിരിക്കുകയാണ്. ഇപ്പോൾ ബക്ക് മുഴുവൻ സമയവും ചെന്നായികളോടൊപ്പം ചെലവഴിച്ച് വേട്ടയാടുന്നതൊക്കെ പഠിക്കുകയും അവൻ വേട്ടയാടി പിടിക്കുന്നതൊക്കെ ഓരോ ദിവസവും ഓരോന്നോരോന്നായി അപ്പൂപ്പനെ കൊണ്ടുകൊടുക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ അവൻ രാത്രി ആയെന്ന് പോലും അറിയാതെ ചെന്നായികളുടെ അടുത്ത് നിന്നതും പെട്ടെന്ന് രാത്രിയായെന്ന് മനസ്സിലാവുകയും അപ്പൂപ്പന്റെ അടുത്തേക്ക് ഓടി പോകാനും തുടങ്ങുന്നു. പോകുന്നതിനിടെ എപ്പോഴും അവനെ
കരടി പേടിപ്പിക്കും. പക്ഷേ അവനതൊന്നും മൈൻഡ് ചെയ്യാതെ ചുറ്റി വീണ്ടും അപ്പൂപ്പന്റെ അടുത്തേക്ക് എത്തുന്നു. അങ്ങനെ അവനെ കണ്ട അപ്പൂപ്പനാണ് നിനക്ക് പുതിയ കൂട്ടുകാരൊക്കെ കിട്ടിയപ്പോ എന്നെ മറന്നു എന്നൊക്കെ ചോദിക്കുകയും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ബക്കിനെയും ചേർത്ത് പിടിച്ച് അവർ രണ്ടുപേരും അവിടെ ഇരിക്കുകയും അന്നത്തെ ദിവസവും കടന്നു പോവുകയും ചെയ്യും. പിറ്റേ ദിവസമാണെങ്കിൽ ബക്കും ജോണും ഓരോന്നൊക്കെ പറഞ്ഞ് കളിക്കുമ്പോ മറ്റേ വെളുത്ത ചെന്നായ ബക്കിനെ കൂട്ടാൻ വേണ്ടി അങ്ങോട്ടേക്ക് വന്നതും ജോണപ്പൂപ്പൻ നീ പൊക്കോടാന്ന് പറഞ്ഞ് വീണ്ടും അവനെ അവളുടെ ഒപ്പം പറഞ്ഞു വിടുന്നു. ഈ തവണ അവൻ ചെന്നായുടെ ഒപ്പം പോകുമ്പോ ജോണപ്പാപ്പൻ അവരെ കുറെ ദൂരെ നിന്ന് നിരീക്ഷിക്കുകയും അവൻ അവളോടൊപ്പം വളരെയധികം സന്തോഷത്തിൽ ജീവിക്കുന്നത് കണ്ട് ഇനി അവനെ തിരിച്ചു കൊണ്ടുപോകുന്നത് പാപമാണെന്ന് അപ്പൂപ്പന് മനസ്സിലാവുകയും നാളെ രാവിലെ തന്നെ നാട്ടിലേക്ക് പുറപ്പെടാൻ വേണ്ടി സാധനങ്ങളൊക്കെ റെഡിയാക്കുകയും ചെയ്യും. ശേഷം അപ്പൂപ്പൻ ശേഖരിച്ച ഒരുപാട് പൊന്നുകട്ടകൾ ആ നദിയിലേക്ക് തന്നെ എറിഞ്ഞു കളയുകയാണ്. ഇത് കണ്ട ബക്കിനാണെങ്കിൽ ഒന്നും മനസ്സിലാവാത്തത് കണ്ട് എടാ എനിക്ക് ജീവിക്കാൻ ഇത്രയും പൊന്നു മതി, പിന്നെ ഒരു കാര്യം നാളെ രാവിലെ ഞാൻ ഇവിടം വിട്ട് നാട്ടിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞതും ബക്ക് കരയുന്നത് കേട്ട് നീ വരുന്നില്ലടാ, നീ ശരിക്കും ഇവിടെയാണ് ജീവിക്കേണ്ടത്, അതുകൊണ്ട് നാളെ രാവിലെ പുറപ്പെടും, നീ യാത്രയാക്കാൻ വരണമെന്ന് പാപ്പൻ പറഞ്ഞ് സങ്കടത്തോടെ അവനെ കാട്ടിലേക്ക് തന്നെ തിരിച്ചയക്കുന്നു. ബക്കും സങ്കടത്തോടെ അവിടെ നിന്നും കാട്ടിലേക്ക് പോകുന്നു. അങ്ങനെ അന്ന് രാത്രിയായതും പെട്ടെന്ന് ആരോ കത്തിച്ചുവെച്ച വിളക്കിനിട്ട് വെടിവെച്ചതും വീടിന് തീ പിടിക്കുകയും വീട് കത്താനും തുടങ്ങുന്നു. എന്നാൽ അപ്പാപ്പൻ വീടിന്റെ ഉള്ളിൽ തന്നെ ഒളിച്ചു നിൽക്കുകയും അത് ആരാണെന്ന് നോക്കുകയും ചെയ്യുന്നു. നോക്കുമ്പോൾ അത് വട്ടൻ ഹാലാണ്. ഇതോടെ അവൻ ഡോറ് തുറന്ന് ഉള്ളിൽ കയറാൻ നോക്കുന്നതിനിടെ അപ്പാപ്പൻ അവനെ ഗണ്ണ് പിടിക്കുകയും വെടികൊള്ളാതെ അതിൽ നിന്നും രക്ഷപ്പെടാനും നോക്കുന്നു. പക്ഷേ അവനാണെങ്കിൽ ഗണ്ണ് തിരിച്ചു മേടിച്ച് അപ്പാപ്പന്റെ വയറ്റിനിട്ട് പൊട്ടിക്കുകയാണ്. ജോണപ്പാപ്പൻ ഒരു വൃദ്ധനായതുകൊണ്ട് ഹാലിനെ പോലെ അത്ര ശക്തിയൊന്നും അപ്പാപ്പനില്ല. അതുകൊണ്ട് തന്നെ ഹാലാണെങ്കിൽ സ്വർണം നീ കണ്ടെത്തിയോ, സ്വർണം എവിടെ എന്നൊക്കെ ചോദിച്ചതും ഇവിടെ എല്ലാ സ്ഥലത്തും സ്വർണമുണ്ടെന്ന് പറഞ്ഞ് അത് നിലത്തേക്ക് അങ്ങ് എറിഞ്ഞു കളയുന്നു. ഇത് കണ്ട അവനാണേൽ അതൊക്കെ എടുക്കുകയും ജോണിനെ കൊല്ലാനായി രണ്ടാമത്തെ വെടിയും വെക്കാൻ പോയതും ബാക്കി ചാടി വന്ന് ഗണ്ണങ്ങ് എറിഞ്ഞു കളയുകയും അവനെ എടുത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന വീടിനുള്ളിലേക്ക് അങ്ങ് ഇട്ട് കളഞ്ഞതും വീടിനോടൊപ്പം അവനും അങ്ങ് കത്തിപ്പോകുന്നു. ശേഷം ബക്ക് വെടിയേറ്റിരിക്കുന്ന അപ്പാപ്പനെ കണ്ടതും ജോണിന് ഏറ്റവും ഇഷ്ടമുള്ള മകന്റെ ഫോട്ടോയും ഹാർമോണിക്കയും അവിടെ കൊണ്ട് വെക്കുകയും അവന്റെ മേലെ ചാരി കിടത്തുകയും ചെയ്യുമ്പോൾ അവന്റെ ജോണപ്പാപ്പൻ അവന്റെ മേലെ കിടന്ന് മരിച്ചു പോവുകയും ചെയ്യുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയതും അവൻ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ട് വെളുത്ത ചെന്നായ അവനെ അവരോടൊപ്പം ജീവിക്കാനായി വിളിച്ചു കൊണ്ടുപോകുന്നു. പിന്നീട് കാണിക്കുന്നത് കുറച്ച് നാളുകൾക്ക് ശേഷമാണ്. ഇപ്പോൾ ബക്ക് ചെന്നായികളുടെയൊക്കെ രാജാവായി കാട്ടിൽ ജീവിക്കുകയാണ്. അവനെ ഇപ്പോ മുൻപ് പേടിപ്പിച്ച കരടിയൊക്കെ അവനെ പേടിച്ച് മാറിപ്പോകുന്ന കാലമായിരിക്കുന്നു. പക്ഷേ അവൻ എപ്പോഴും ആ താഴ്വാരങ്ങളിലെ സ്ഥലത്തേക്ക് വന്നാലും ജോണപ്പാപ്പനെ അവൻ ഓർക്കാറുണ്ട്. അതുപോലെ തന്നെ അവൻ അവന്റെ തോന്നലുകളായ ആ ചെന്നായിയെയും കാണാറുണ്ട്. അങ്ങനെ അവൻ സന്തോഷത്തോടെ ആ കാട്ടിൽ ജീവിക്കുമ്പോൾ ഈ സിനിമ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് ഉറപ്പായും കമന്റ് ചെയ്യുക. 2020 കോവിഡിന്റെ സമയത്ത് സിനിമ ഇറക്കിയതുകൊണ്ട് ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട ഒരു സിനിമയായിരുന്നു ഇത്. ഇപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരിക്കും ബൈ ഫ്രം ആർ എൻ.